ഹായ് അങ്കിൾ. അങ്കിളും മോളെന്താ അങ്ങനെ വിളിച്ചത്? ഡാഡിന്ന് വിളിച്ചു തുടങ്ങാൻ കുറെ കൂടി കഴിയണമല്ലോ, അതുവരെ അങ്കിൾ എന്ന് വിളിക്കാം. മോൾ എപ്പോഴും വളരെ പ്ലസന്റാ. എനിക്കിങ്ങനെ സ്മാർട്ടായ കുട്ടികളെ ഇഷ്ടം. എന്താ മോളെ? തുറന്നു നോക്ക്. ഇതെന്താ ഹെയർ ഡൈ? മോഡലിനെ ചെറുപ്പക്കാരനാക്കാൻ പോവാൻ തോന്നുന്നല്ലോ. ഈ നരച്ച മുടിയൊക്കെ ഒന്ന് കറുപ്പിച്ച് ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച അങ്കിളിന് ഒരു 38 അല്ല 40 അത്ര പ്രായം പറയും. ഇത്രയും വലിയൊരു തമാശ എന്റെ ആയുസ് ഞാൻ കേട്ടിട്ടില്ല. തമാശയല്ലെങ്കിൽ ശരിക്കും പറഞ്ഞതാ. ചെറുപ്പക്കാരോട് കൂട്ടുകൂടി നടന്ന വയസ്സന്മാരുടെ പ്രായം കുറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാ. എങ്കിൽ പിന്നെ അങ്കിൾ എപ്പോഴും എന്റെ കൂടെ കൂട്ടുകൂടി നടന്നു. ഐ ആം റെഡി. പിന്നെ അങ്കിൾ, റോണി കഴിഞ്ഞ ദിവസം ഒരു വക്കീലിനോട് സ്വത്തിന്റെ കാര്യങ്ങൾ എന്തൊക്കെയോ സംസാരിക്കുന്ന കേട്ടല്ലോ. എന്ത് കാര്യം? റോണിയുടെ പേരിലേക്ക് എല്ലാ സ്വത്തുക്കളും മാറ്റണമെന്നോ അത് വേറെ ആരും അറിയരുതെന്നോ അങ്ങനെ ഇതൊക്കെ പറയുന്ന കേട്ടു. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോ റോണി ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ തന്നെ ഞാൻ ഇക്കാര്യം അങ്കിളിനോട് പറയണോന്ന് വിചാരിച്ചതാ. പക്ഷേ അങ്കിൾ അത് എങ്ങനെ എടുക്കുമെന്നറിയില്ലല്ലോ, അതുകൊണ്ട് പറയാതിരുന്നതാ. അങ്കിൾ എത്ര സ്നേഹത്തോടെയാ റോണിയോട് പെരുമാറുന്നത്. ഇങ്ങനെയുള്ള ഒരാളെ ഡാഡിയായി എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. പക്ഷേ റോണിക്ക് അങ്ങനെ ഡാഡിയോട് വലിയ സ്നേഹമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മോളോട് അവൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? അങ്കിൾ, ഞാനായിട്ട് ഓരോന്ന് പറഞ്ഞ് നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടാവില്ല. മോൾ അറിഞ്ഞത് എന്നോട് പറയുന്നതിന് എന്താ? അങ്കിൾ, ഞാനിങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ഒരിക്കലും റോണിയോട് പറയരുത്. ഒരിക്കലുമില്ല. അവൻ എന്താ മോളോട് പറഞ്ഞത്? അത് അങ്കിളിന് ആരോടും ഒരു സ്നേഹവും ഇല്ലെന്ന്, എങ്ങനെ പണം ഉണ്ടാക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നാ റോണി പറയുന്നത്. അങ്കിളെ, ഞാൻ പറയുന്നൊന്ന് റോണി അറിയരുത് കേട്ടോ. റോണി എന്താ ഇങ്ങനെ പെരുമാറുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. റോണിയുടെ സംസാരം കേട്ടാ തോന്നും റോണിക്ക് ആരോടും ആത്മാർത്ഥത ഇല്ലാത്തേന്ന്. അല്ലെങ്കിൽ പിന്നെ ഡാഡിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയോ? ഞാനിതൊന്നും കേട്ട് വിശ്വസിച്ചില്ല കേട്ടോ. പക്ഷേ ആ വക്കീലിനോട് സ്വത്ത് മുഴുവൻ റോണിയുടെ പേരിലാക്കണമെന്ന് പറയുന്ന കേട്ടപ്പോ എനിക്ക് വിഷമം തോന്നി. എന്തൊരു ക്രൂരതയത്! അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റല്ലേ? ഓരോരുത്തരുടെ മനസ്സിൽ എന്തൊക്കെ തോന്നലുകളാ ഉള്ളതെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് തോന്നും നമ്മുടെ സ്നേഹവും ഇഷ്ടമുണ്ടെന്ന്. കറക്റ്റ്. അങ്കിൾ ഇപ്പൊ പറഞ്ഞത് 100% ശരിയാ. മനുഷ്യരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കുറച്ചൊക്കെ നമ്മൾ സൂക്ഷിക്കണമെങ്കിലേ, അല്ലാതെ അബദ്ധം പറ്റി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിനക്ക് എന്നോട് ഇതൊക്കെ പറയാനുള്ള മനസ്സുണ്ടായില്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. എനിക്കെന്തോ അങ്കിളിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഞാനീ പറഞ്ഞതൊന്നും ആരോടും അങ്കിള് പറയരുത്. ഇത് നമുക്കിടയിൽ രഹസ്യമായിരിക്കണം. ഉറപ്പ്? നിങ്ങളുടെ നാശം ഇവിടെ മുതൽ തുടങ്ങുക. ഇനി അങ്ങോട്ട് ഞാൻ വലിക്കുന്ന ചരടിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു പട്ടം മാത്രമായിരിക്കും നിങ്ങൾ.